നമ്മൾ എത്തിയിരിക്കുന്ന എറണാകുളം ജില്ലയിലെ കാക്കനാട് വീഗ ലൈനിൻ്റെ സ്പ്രിംഗ് ബെൽ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ 13 ഫ്ലോറിലായിട്ട് ഏകദേശം 104 അപ്പാർട്ട്മെൻറ്റ് പണിതിട്ടുണ്ട്. ഈ 150 അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം 250 ഡോറും കൊടുക്കാൻ സാധിച്ചെന്നുള്ളതാണ്. അപ്പോൾ ആ ഡോറും ഫ്രെയിമും ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായി ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അത് പ്രത്യേകം ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി ആർക്കിട്രൈവിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഹൈനസ് സത്താർ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക സ്വാഗതം ചെയ്യുകയാണ്. വരും. നമ്മൾ സ്പ്രിംഗ് ബെല്ലിൻ്റെ 10ാമത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാ ഫ്ലോറിലും വർക്ക് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നിങ്ങൾ കാണിച്ചു തരാം എന്താണ് ആർക്കിട്രൈവ് ഫ്രെയിം, എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. സാധാരണ ആർക്കിട്രൈവ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കിലെ ബാത്റൂമിൻ്റെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അത് ലാഭകരമാക്കാൻ വേണ്ടി ഇതേക്കാണ് ആർക്കിട്രൈവ് ഫ്രെയിം കൊടുക്കാറ്. കാരണം ഈ ഫ്രണ്ട് തീർ വരുമ്പോഴാണ് ആർക്കിട്രൈവ് ഫ്രെയിം സെറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ടൈലിന് ഒട്ടിച്ച് വരുമ്പോൾ ഫ്രണ്ട് തീർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കട്ടള കാണിച്ചു തരാം. സാധാരണ വരുന്നതെങ്കിൽ പറഞ്ഞാൽ ഈ ഫ്രണ്ട് തീർ കട്ടള വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ സാധാ കട്ടള വയ്ക്കുമ്പോൾ ചെയ്യാൻ പറ്റും ഈ ഭിത്തിയും കട്ടയും തമ്മിൽ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പുകൾ ചെയ്യാൻ പറ്റും ഭാവിയിൽ ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വാല് ഇഷ്ടപ്പെട്ടു. ഇത്രയും പൈസ മുടക്കി ടൈലൊട്ടിച്ച് സാനിറ്ററിവറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഏറ്റക്കുറച്ചിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏറ്റക്കുറച്ചുണ്ടാവും. ഈ ഏറ്റക്കുറച്ച് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഒരു വലിയ വികൃതമായിട്ട് കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആർക്കിട്രൈവ് ഫ്രെയിം ഫിറ്റ് ചെയ്യാറ്. അതുമാത്രമല്ല ഭിത്തിയിലെ ചരിവ് ഉണ്ടാവാറുണ്ട്. ഭിത്തി പ്ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പിലും ബോട്ടത്തിലും തൂക്കിൽ കറക്റ്റായിരിക്കില്ല, ഒത്തിരി വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വ്യത്യാസമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആർക്കിട്രൈവ് ഫ്രെയിം ഫിറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ചെയ്യാണ് ഞാൻ പിന്നെ ആർക്കിട്രൈവ് ഫ്രെയിം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിലവരണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഭിത്തി നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രെയിം എന്ത് ചെയ്യാൻ പറ്റും ഇറങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വിടവ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഭിത്തി തമ്മിലുള്ള വിടവ് ഇതിൻ്റെ അകത്തായി മാറുന്നുള്ളതാണ്. അതുമാത്രമല്ല തൂക്കിൽ വ്യത്യാസം ഉണ്ടാകും. ഭിത്തിയിൽ തൂക്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫ്രെയിം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും, ചാടിച്ച് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ തൂക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്ത് സിലിക്കോണോ പുട്ടി ഒന്നും ഫില്ല് ചെയ്യേണ്ടി വരത്തില്ല. നമുക്കറിയാലോ പുട്ടി കിട്ടി കഴിഞ്ഞാൽ ഭാവിയിൽ ഇളകി പോകും. കാരണം ഇത്രയും വലിയ ഡോർ വന്ന് ഡെയിലി അടിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആയി പോകും. അപ്പോൾ ഇത് കൃത്യമായി ഭിത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ചേർത്ത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും.